പശ്ചിമേഷ്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയൊരു വിള്ളൽ വീഴ്ത്തിക്കൊണ്ടാണ് ഇറാൻ പരമാധികാരിയുടെ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. ദശാബ്ദങ്ങളായി ഇറാനിലെ അധികാരത്തിന്റെ അച്ചുതണ്ടായിരുന്ന അദ്ദേഹം കുടുംബത്തോടൊപ്പം കൊല്ലപ്പെട്ടുവെന്ന വാർത്ത വലിയൊരു രാഷ്ട്രീയ ഭൂകമ്പത്തിനാണ് തുടക്കമിട്ടിരിക്കുന്നത്. ഒരു ഭരണാധികാരിയുടെ മരണം എന്നതിലുപരി ഒരു കാലഘട്ടത്തിന്റെ അന്ത്യമായാണ് ലോകം ഇതിനെ നോക്കിക്കാണുന്നത്. ഭരണരീതിയും ജനകീയ പ്രക്ഷോഭങ്ങളും ഇറാനിലെ മതരാഷ്ട്രീയ വ്യവസ്ഥയുടെ പരമമായ അധികാരം കൈയാളിയിരുന്ന അദ്ദേഹം ഒരു വശത്ത് ഇസ്ലാമിക യാഥാസ്ഥിതികതയുടെ സംരക്ഷകനായി വാഴ്ത്തപ്പെടുമ്പോൾ മറുവശത്ത് കടുത്ത സ്വേച്ഛാധിപതി എന്ന പേരുദോഷവും പേറി. വിയോജിപ്പുകളെ അടിച്ചമർത്തുന്നതിലും സ്വന്തം പ്രത്യയശാസ്ത്രത്തിന് വിരുദ്ധമായ ശബ്ദങ്ങളെ നിശബ്ദമാക്കുന്നതിലും അദ്ദേഹത്തിന്റെ ഭരണകൂടം കാണിച്ച കർക്കശമായ നിലപാട് നിരവധി തവണ ഇറാൻ ജനതയെ തെരുവിലിറക്കി. ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭങ്ങളും ജീവിത സാഹചര്യങ്ങൾക്കെതിരായ പ്രതിഷേധങ്ങളും അടിച്ചമർത്തപ്പെട്ടപ്പോൾ ഭരണകൂടത്തിന് ജനങ്ങളിൽ നിന്ന് അകലം കൂടി വരികയായിരുന്നു. ഇസ്രയേലും അമേരിക്കയും ഒത്തുചേർന്ന് നടത്തിയ ഈ ആക്രമണം കേവലം ഒരു സൈനിക നീക്കമല്ല, മറിച്ച് ഇറാനിയൻ സ്വാധീനത്തെ പൂർണ്ണമായും തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ്. ആണവ പദ്ധതികളുടെ നിയന്ത്രണവും മിസൈൽ ശേഷിയും പശ്ചിമേഷ്യയിലുടനീളമുള്ള തങ്ങളുടെ സഖ്യകക്ഷികൾക്ക് അദ്ദേഹം നൽകിയിരുന്ന പിന്തുണയും അദ്ദേഹത്തെ പാശ്ചാത്യ ശക്തികളുടെ ഏറ്റവും വലിയ ലക്ഷ്യമാക്കി മാറ്റിയിരുന്നു. ഒരു കുടുംബത്തെ ഒന്നടങ്കം ഇല്ലാതാക്കുക വഴി ഇറാനിലെ അധികാര ശ്രേണിയിൽ വലിയൊരു ശൂന്യത സൃഷ്ടിക്കാനും പ്രതിരോധ സംവിധാനങ്ങളെ തകിടം മറിക്കാനുമാണ് അവർ ലക്ഷ്യമിട്ടത്. ഖമേനിയുടെ മരണത്തിൽ സന്തോഷിക്കുന്നവർ പ്രധാനമായും ഇസ്രയേലും പാശ്ചാത്യ സഖ്യവുമാണ്. തങ്ങളുടെ സുരക്ഷയ്ക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്ന വ്യക്തിയെ ഒഴിവാക്കാൻ കഴിഞ്ഞതിന്റെ ആശ്വാസം അവർ പ്രകടിപ്പിക്കുന്നു. എന്നാൽ ഇറാന്റെ വിശ്വസ്തരായ സഖ്യകക്ഷികൾക്കും അദ്ദേഹത്തിന്റെ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ലോകമെമ്പാടുമുള്ള അനുയായികൾക്കും ഇത് കനത്ത ആഘാതമാണ്. ഇറാനിലെ ഒരു വലിയ വിഭാഗം ജനത ഭയത്തിന്റെയും അനിശ്ചിതത്വത്തിന്റെയും നടുവിലാണ്. ആശ്വാസത്തിനും അഗാധമായ വേദനയ്ക്കുമിടയിൽ ലോകം രണ്ടായി പിളർന്നിരിക്കുന്നു. ഈ വധം പശ്ചിമേഷ്യയെ കൂടുതൽ അസ്ഥിരതയിലേക്ക് തള്ളിവിടുമെന്നത് തീർച്ചയാണ്. ന്യൂസ് ഡെസ്ക് ZECO ന്യൂസ്.